ശരി ശ്രദ്ധിക്കണം. നേരത്തെ പോലെയല്ല, കുറച്ച് ആലോചിക്കണം. A dot B is defined like this. Okay, vector A dot vector B. Okay, equal to എന്താണ് magnitude of A into magnitude of B into cos theta. തീറ്റ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ. ഓക്കെ, ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. സോ A dot B equal to mod A mod B cos theta. റൈറ്റ്. ഇവിടെ മോഡ് ചെയ്യാൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതിയിരിക്കുന്ന നോർമൽ ലെറ്റേഴ്സ് ആണ്. നോർമൽ ലെറ്റേഴ്സ് മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, സോ ആദ്യത്തെ എ ഡോട്ട് ബി അത് ബോൾഡാണ്, വെക്ടർ ആണ്. അപ്പൊ എയും ബിയും ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു. എന്താ റിസൾട്ട്? എ ബി കോസ് തീറ്റയാണ്. റൈറ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യം ഞാൻ കാണിച്ചതാണ്. ഈ എ ബി കോസ് തീറ്റ, എ കോസ് തീറ്റ എടുക്കുക. എന്താ എ കോസ് തീറ്റ? യെസ്, എന്താ എ കോസ് തീറ്റ? അത് നോക്കൂ. എന്താ എ കോസ് തീറ്റ? യെസ്, ബിയുടെ ഡയറക്ഷനിലുള്ള എയുടെ പ്രൊജക്ഷൻ ആണ് എന്തെന്ന്? എ കോസ് തീറ്റ. ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എന്താ എ കോസ് തീറ്റ? ബിയുടെ ഡയറക്ഷനിലുള്ള എ എന്ന് പറയുന്ന വെക്ടറിന്റെ പ്രൊജക്ഷൻ ആണ് ഇത് എ കോസ് തീറ്റ. റൈറ്റ്. അപ്പൊ എ ഡോട്ട് ബി ചെയ്യുമ്പോൾ എ ബി കോസ് തീറ്റയാണ്. എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയുടെ ഡയറക്ഷനിലുള്ള എയുടെ പ്രൊജക്ഷൻ ആണ്. റൈറ്റ്. അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എ ബി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കലി എനിക്ക് എന്ത് പറയാന്ന് പറഞ്ഞാൽ എന്താ? ബി ടൈംസ് ദി പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി അല്ലേ? അതല്ലേ ചെയ്തിരിക്കുന്നത്. ബി കൊണ്ട് എന്തിനാ? ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ബിയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എ കോസ് തീറ്റ, ബിയുടെ ഡയറക്ഷനിലുള്ള എയുടെ പ്രൊജക്ഷനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതാണ് എ കോസ് തീറ്റ. അങ്ങനെ ഇങ്ങനെ നമ്മൾ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. അതായത് ബി ഇൻറ്റു എ കോസ് തീറ്റ, അതായത് ബി ടൈംസ് ദി പ്രൊജക്ഷൻ ഓഫ് എ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ബി. ശരിയല്ലേ? തിരിച്ചും വേണം പറയാതെ എ ടൈംസ് ദി പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് പറയാം. തിരിച്ചാണ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. റൈറ്റ്. ഇതാണ് അതിന്റെ ജോമെട്രിക്കൽ എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് എ എന്താ വരിക? എ ഡോട്ട് എ ഈക്വൽ ടു മോഡ് എ ഇൻറ്റു കോസ് തീറ്റ. എയും തമ്മിലുള്ള ആംഗിൾ എന്താ? സെയിം വെക്ടർ അല്ലേ? അപ്പോൾ അതുപോലെ ആംഗിൾ എത്ര? 0 ആണ്. കോസ് 0 എത്രയാ? 1 ആണ്. അപ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു കോസ് 0. കോസ് 0 ആണ്. അപ്പോൾ മോഡ് എ ഇൻറ്റു മോഡ് എ എന്ന് വെച്ചാൽ എ സ്ക്വയർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ. റൈറ്റ്. അപ്പോൾ ഒരു വെക്ടറിനെ അതേ വെക്ടറുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ കിട്ടും. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അടി നോക്കുക. എ ഡോട്ട് എ ഈക്വൽ ടു എന്താണ്? What is that? A square. Right? Now, അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഡോട്ട് പ്രൊഡക്റ്റ് ഒബേസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതായത് എ ഡോട്ട് ബി ഈക്വൽ ടു നോക്കാം ബി ഡോട്ട് എ ആണ്. ഓക്കെ, എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. റൈറ്റ്. ഓൾസോ എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു എന്നാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒബേ ചെയ്യുന്നത്. എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ആണ്. ഓക്കെ, അത് മാർക്കരുത്. റൈറ്റ്. ഇനി now listen. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്കേലാർ പ്രൊഡക്റ്റ് അഥവാ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇങ്ങോട്ട്. എന്തുകൊണ്ടാ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വിളിച്ചത്? നോക്കിയാൽ മതി. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ ബി കോസ് തീറ്റ, മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ അല്ലെ? എ ഡോട്ട് ബി. അപ്പോൾ എ മാഗ്നിറ്റ്യൂഡ് ബി മാഗ്നിറ്റ്യൂഡ് കോസ് തീറ്റ അതൊരു സ്കേലാർ വാല്യൂ ആണ്. അപ്പോൾ എ ഡോട്ട് ബി ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഒരു സ്കേലാർ ആണ്, വെക്ടർ അല്ല. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും തമ്മിൽ നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് ഒരു സ്കേലാർ ആണ്, ഒരു ന്യൂമറിക്കൽ വാല്യൂ മാത്രമാണ്, ഡയറക്ഷൻ ഇല്ലാത്ത വെറും ഒരു സ്കേലാർ വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിച്ചത്? സ്കേലാർ പ്രൊഡക്റ്റ്. ഓക്കെ, ഇപ്പൊ രണ്ട് വെക്ടർ തമ്മിൽ രണ്ട് രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുക. ഒന്ന്, ഈ രണ്ട് വെക്ടർ എയും ബിയും, ഈ രണ്ട് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ റിസൾട്ട് ഒരു സ്കേലാർ ആണെങ്കിൽ അത് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് ആണ്. ഇനി എയും ബിയും പ്രൊഡക്റ്റ് എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു,
അപ്പൊ കിട്ടുന്നത് വീണ്ടും ഒരു വെക്റ്റർ ആണെങ്കിൽ അതെന്തായിരിക്കും? ആ പ്രൊഡക്റ്റ് നമ്മൾ പറയാ ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ എ ഡോട്ട് ബി ചെയ്തിട്ട് എ ബി കോസ് തീറ്റയാണ്, ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് ആണ്. അതുകൊണ്ട് സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് വെച്ചത്. റൈറ്റ്. ഈ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കമ്മ്യൂട്ടേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് എന്താണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ എ ഡോട്ട് ബി ചെയ്യുമ്പോൾ എയും ബിയും 90 ഡിഗ്രി ആണ് വിചാരിക്കും. ഇത് എ ഇത് ബി, എയും ബിയും തമ്മിൽ 90 ഡിഗ്രി ആണെങ്കിൽ എന്താ വരിക? മോർ ഇതിന്റെ ലെങ്ത് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് 90. കോസ് 90 0 അല്ലേ? അപ്പൊ 0 ആയി പോകും. അപ്പൊ എ ഡോട്ട് ബി ഈക്വൽ 0 എപ്പോഴാണ്? അതിലൊരു കേസ് എപ്പോഴാണ്? എയോ ബിയോ 0 ആയാൽ 0 ആവും. അതല്ലാതെ എ ഡോട്ട് ബി ഈക്വൽ ടു 0 എപ്പോഴാണ്? എയും ബിയും 90 ആവുമ്പോൾ. ശരിയല്ലേ? രണ്ട് വെക്ടർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ റിസൾട്ട് എന്താണ്? 0 ആണ്. ഓക്കെ, ഒരു കാര്യം, എയും ബിയും തീറ്റ 0 ആണെങ്കിലോ, അതായത് രണ്ടും ഒരേ ലൈനിലാണെങ്കിലോ, എ ഇതാണ് ബി ഇതാണ്, അപ്പൊ എയും ബിയും തമ്മിൽ എന്താണ്? ആംഗിൾ 0 ആണ്. അപ്പൊ എത്ര വരിക? എ ഡോട്ട് ബി കോസ് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് ആംഗിൾ 0 അല്ലേ? കോസ് 0. കോസ് 0 വന്ന അപ്പൊ എ ബി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതാണ് മാക്സിമം പോസിബിൾ ആയ വാല്യൂ. റൈറ്റ്. അപ്പോ എ ഡോട്ട് ബിക്ക് മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ എത്രയാണ്? അത് കോസ് 0 1 വരുമ്പോ അല്ലെ? കോസ് 0 1, അതായത് എ ഇൻറ്റു ബി ആയിരിക്കും. റൈറ്റ്. ഞാൻ ഇവിടെ നിന്ന് വേറൊരു എക്സാമ്പിൾ ഫിഗർ നോക്കുക. ഒരാള് നമ്മളെ പുല്ല് വെട്ടുന്ന ഒരു മെഷീൻ എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യണം അല്ലേ? അപ്പൊ അയാള് നേരെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്. സോറി, നേരെയല്ല, നേരെ താഴേക്കാണ് അയാളുടെ ഫോഴ്സ് പോകുന്നത്. പക്ഷെ ആ പുല്ല് വെട്ടി യന്ത്രം എങ്ങനെ പോകുന്നത്? നേരെയാണ്. അത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡി ഗ്രൗണ്ടിന് പാരലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. കുറച്ച് ഒബ്ലീക്ലിയാണ്. ഒബ്ലീക്ലി ചെരിഞ്ഞിട്ടാണ് അല്ലേ? കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് കുറച്ച് ചെരിഞ്ഞിട്ടും ഡിസ്പ്ലേസ്മെന്റ് ഗ്രൗണ്ടിന് പാരലുമാണ് അല്ലെ? ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ എഫും ഡിയും തമ്മിൽ ആംഗിൾ ഉണ്ട്. അപ്പൊ അയാൾ ചെയ്ത വർക്ക് കാണാൻ നമ്മൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോഴ്സ് ഈസ് എ വെക്ടർ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ. അപ്പൊ മനസ്സിലായിരിക്കണം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വെക്ടർ ആണ്. അപ്പൊ ഇവിടെ വർക്ക് കാണാൻ, വർക്ക് എന്താ? സ്കെയിലാർ അല്ലേ? നമ്മൾ എന്താ ചെയ്യാറ്? വർക്ക് കാണാൻ നമ്മളെന്താ എഫ് ഡോട്ട് ഡി എടുക്കും അല്ലേ? അത് വരുന്ന കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എഫ് ഞാൻ നേരെ താഴേക്ക് കൊടുത്ത ഫോഴ്സാണ് അല്ലേ? ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് നേരെയാണ്. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എഫിന്റെ എഫ് ഒരു 10 ന്യൂട്ടൺ ആകില്ലേ? ഒരു 10 ന്യൂട്ടൺ ഞാൻ ഇങ്ങനെ ഒബ്ലീക്ലി കൊടുത്തു. ആ 10 ന്യൂട്ടണും ഈ ഡിസ്പ്ലേസ്മെന്റിന് കാരണമാണോ? ഇല്ല. ഈ 10 ന്യൂട്ടണിന്റെ ഒരു കമ്പണന്റ് മാത്രമേ എന്തിന് കാരണമാകുന്നു? ഡിസ്പ്ലേസ്മെന്റിന് കാരണമാകുന്നു. ഓക്കെ, ഒരു കമ്പണന്റ് എങ്ങോട്ടേക്കാം? നേരെ ഗ്രൗണ്ടിൽ താഴോട്ടേക്കാം. റൈറ്റ്. അപ്പൊ ഇതിനെ മൂവ് ചെയ്യാൻ ഞാൻ ചെയ്ത വർക്ക് കാണുമ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഫോഴ്സ് എഫ് എടുക്കാൻ പാടില്ല. കാരണം എന്താ? ഈ ഒരു മെഷീന്റെ ഡിസ്പ്ലേസ്മെന്റിന് എഫ് മുഴുവനും കാരണമില്ല. 10 ന്യൂട്ടണാ കൊടുത്തെങ്കിൽ 10 ന്യൂട്ടണും കാരണമില്ല. ഒരു 8 ന്യൂട്ടൺ. ഓക്കെ, 8 ന്യൂട്ടൺ നേരെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിലേക്കും 2 ന്യൂട്ടൺ നേരെ താഴേക്കും വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 8 ന്യൂട്ടൺ മാത്രമേ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ടുള്ളൂ? കാരണമായിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ 8 എടുക്കേണ്ടത്. അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി അത് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യാണ്? എഫ് നേരെ താഴോട്ടേക്ക്. അതിന് ഈ കമ്പണന്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലെ കമ്പണന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എഫ് നമ്മൾ തീറ്റ ആംഗിൾ ഉണ്ടെങ്കിൽ എഫിന്റെ കോസ് തീറ്റ, എഫ് കോസ് തീറ്റയാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള കമ്പണന്റ് അല്ലേ? അപ്പോ വർക്ക് കാണാൻ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡി ആണ്. ഫോഴ്സ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിലെ ഫോഴ്സ് എഫ് കോസ് തീറ്റയാണ്. എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി, അതായത് എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി ആണ് ടോട്ടൽ വർക്ക് ഡബ്ല്യു. അതിനാണ് ഡി നമ്മൾ എടുക്കുക എഫ് ഡി കോസ് തീറ്റ, എഫ് ഡോട്ട് ഡി. അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് വന്നു. എഫ് ഡോട്ട് ഡി ആണ് വർക്ക് കാണാനുള്ള ഇക്വേഷൻ. നേരത്തെ എ ഡോട്ട് ബി ചെയ്ത പോലെ. ക്ലിയർ അല്ലേ? അടുത്തതാണ് ക്രോസ് പ്രൊഡക്റ്റ്, അതായത് വെക്ടർ പ്രൊഡക്റ്റ്. എ ക്രോസ് ബി എന്ന് ഇങ്ങനെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷന്റെ ആ സൈൻ ആണ്. റൈറ്റ്. എ ക്രോസ് ബി. റിസൾട്ട് എയും ബിയും വെക്ടർ ആണ്.
നിങ്ങൾക്ക് എ ബി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് വെക്ടർ തന്നെയായതുകൊണ്ടാണ് അതിനെ വെക്ടർ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. റൈറ്റ്, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്: എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് എ, ഇതാണ് ബി. ഈ എ ബി ഉണ്ടാക്കുന്ന പ്ലെയിനില്ലേ, അതിന് നോർമലാണ് ഇത് എൻ ക്യാപ്പ്. അപ്പൊ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ എ വെക്ടറാണ്, ബിയും വെക്ടറാണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ വീണ്ടും റിസൾട്ട് ഒരു വെക്ടറാണ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വെക്ടർ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വിളിച്ചത്. അപ്പൊ ആ റിസൾട്ടായി കിട്ടിയ വെക്ടർ ഉണ്ടല്ലോ, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഈ എയും ബിയും ഫോം ചെയ്യുന്ന പ്ലെയിനിന് നോർമലായി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ഡൗട്ട്, ഈ എ ബി പ്ലെയിൻ പെർപെൻഡിക്കുലർ മേലേക്കുണ്ടാവും താഴേക്കുണ്ടാവും, ശരിയല്ല? അതിലേതാ വരിക? അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഞാൻ അവിടെ ചിത്രം വരച്ചിട്ട് പ്ലെയിൻ വരച്ചിട്ടുണ്ട്. എ കാണാം, ബി കാണാം. റൈറ്റ്, ഇത്രയും ചെയ്യേണ്ടു. നിങ്ങളെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഫിംഗേഴ്സിന്റെ ഇങ്ങനെ വെക്കുക. ഫിംഗേഴ്സ് ഒക്കെ ഒരുമിച്ച് വെക്കുക. തമ്പ് അതിന് പെർഫെക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം എന്ന് ബിയിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ കൈ മൂവ് ചെയ്യുക. ബാക്കി ഫിംഗേഴ്സ് കൈ മൂന്നതിനോടേക്ക് എ ക്രോസ് ബി ആ ചെയ്യുന്നത്. എ ക്രോസ് ബി ചെയ്യുമ്പോൾ എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ തമ്പ് പോയിരുന്ന ഡയറക്ഷനാണ് ഇത്. എ ക്രോസ് ബിയുടെ റിസൾട്ടന്റ് വെക്ടർ ഏതാണോ അതിന്റെ ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ എന്ന് ബിയിലേക്ക് ഫിംഗേഴ്സ് മൂവ് ചെയ്യുമ്പോൾ തമ്പ് പോയിന്റ് നിന്ന് മേലോട്ടേക്കാണ്. ഞാൻ ആ വരച്ചിരിക്കുന്ന ഡയറക്ഷനിലേക്കാണ്. അതാണ് അപ്പോ എ ക്രോസ് ബിന്റെ റിസൾട്ടിന്റെ ഡയറക്ഷൻ എൻ ക്യാപ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. റൈറ്റ്, അപ്പോ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ് ആണ്. എൻ ക്യാപ് എങ്ങനെ കണ്ടുപിടിക്കാം? റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അവിടെ തന്നെ രണ്ട് കാര്യം ഞാൻ പറയാൻ പോവാണ്. എ ക്രോസ് എ എന്തായിരിക്കും? എയും തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ്. എയും തമ്മിൽ ആംഗിൾ 0 ആണ്. ഇപ്പൊ സൈൻ 0 ആണ്. ഇപ്പൊ എ ക്രോസ് എ ഈക്വൽ ടു 0. അപ്പൊ ഏതൊരു വെക്ടറിന് അതേ വെക്ടറുമായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആണ്. ഡോട്ട് 0 അല്ല, പക്ഷെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരുന്നു? എ ഡോട്ട് എ സ്ക്വയർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ആണ്. ഇവിടെ എ ക്രോസ് എ എന്താ? 0 ആണ്. റൈറ്റ്, ഓർമ്മിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ഫിഗർ നോക്കിക്കോളെ. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ആണ് മുകളിലേക്ക്, ശരിയല്ലേ? ഞാൻ ബി ക്രോസ് എ എടുക്കുന്നെങ്കിലോ, അപ്പൊ കൈ ഇങ്ങനെയല്ലേ എടുക്കുന്നത്? ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ മാറി, ശരിയല്ലേ? അപ്പൊ എ ക്രോസ് ബി ക്രോസ് എക്ക് ഈക്വൽ ആണോ? അല്ല. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ മുകളിലേക്കാകുമ്പോൾ ബി ക്രോസ് എയുടെ ഡയറക്ഷൻ ഇവിടെ താഴേക്കാണ്, മൈനസ് എൻ ക്യാപ്പിലേക്കാണ്. ഓക്കെ, എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപ്പ് എന്തിനായിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക്. ഈ എൻ ക്യാപ്പ് ഉപയോഗിക്കുന്നത് ഈ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള റിസൾട്ടിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് മാഗ്നിറ്റ്യൂഡ് പറ്റൂല. സോ എൻ ക്യാപ്പ് ഇസ് എ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അറിയാം, മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടർ ആണ്. ഓക്കെ, അപ്പൊ എൻ ക്യാപ്പ് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. ആ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ടാണ് മേലെ ക്യാപ്പ് സൈൻ ഇട്ടത്. ഇല്ല, നമ്മൾ ഏറോ മാർക്ക് സൈൻ നമ്മൾ ഇടാറ് അല്ലേ? അപ്പോൾ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഫോംഡ് ബൈ എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ പ്ലെയിനിന് രണ്ട് പെർപെൻഡിക്കുലർ ഉണ്ടാവും, മേലേക്കുണ്ടാവും താഴേക്കുണ്ടാവും. അത് ഡിറ്റർമിൻ ചെയ്യുക റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ്, അറിയാലോ. അപ്പോൾ എ ക്രോസ് ബി കാണുമ്പോൾ മുകളിലേക്കാണ് അതിന്റെ ഡയറക്ഷൻ എങ്കിൽ ബി ക്രോസ് ഡയറക്ഷൻ നേരെ താഴേക്കാണ്. അതുകൊണ്ട് തന്നെ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഒബേയിങ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്തിട്ടുണ്ട്. അതായത് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആയിരുന്നു. ബട്ട് ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു എന്താണ്? ബി ക്രോസ് എ ആണ്. ഓക്കെ, ഒരു റിലേഷൻ കൂടെ നമുക്ക് അത് മനസ്സിലാക്കാം. എന്താ? എ ക്രോസ് ബി ബി ക്രോസ് എ ഈക്വൽ അല്ല, എന്താണ്? ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ ഓപ്പോസിറ്റ് ആണ്. അതെങ്ങനെ എഴുതാം നോക്കുക. ബി ക്രോസ് എ ഈക്വൽ ടു മൈനസ് ഓഫ് എ ക്രോസ് ബി എന്ന് എഴുതി വെക്കാം, ശരിയല്ലേ? റൈറ്റ്. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞ പോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ടീവ് ഒബേ ചെയ്യുന്നുണ്ട്. എ ക്രോസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടാവുമല്ലോ. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ എ ഡോട്ട് ബിയുടെ. എന്താ എ ഡോട്ട് ബിയുടെ ജോമെട്രി? എന്താ? യെസ്, ബി ടൈംസ് ദി പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി.
അതായത് ബി ടൈംസ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. എയുടെ പ്രൊജക്ഷൻ ബിയിലേക്ക് എടുത്തു, എന്നിട്ട് അതിന്റെ ബി ടൈംസ് കാണുന്നു, അതാണ് എ ഡോട്ട് ബി ആണല്ലോ. അതേസമയം ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എയും ബിയും അത് ഫോം ചെയ്യുന്ന ഒരു പാരലോഗ്രാം ഉണ്ട് അല്ലേ. ബാക്കി രണ്ട് സൈഡ് നമ്മൾ ഇമേജ് ചെയ്ത് വരച്ചിട്ട് നിങ്ങളൊരു പാരലോഗ്രാം ഫോം ചെയ്താൽ ആ പാരലോഗ്രത്തിന്റെ ഏരിയ ആണ് എ ക്രോസ് ബി. അപ്പോൾ ആ ഫിഗർ നോക്കുക, എ ക്രോസ് ബി ഫോം ചെയ്യുന്ന ഏരിയ കാണാൻ പറ്റും, ആ ഷെയ്ഡഡ് ഭാഗം. ആ ഏരിയയുടെ ആ പാരലോഗ്രാമിന്റെ ഏരിയ ആണ് എ ക്രോസ് ബി. റൈറ്റ്, ക്ലിയർ, ഫൈൻ. കൺഫ്യൂഷൻ ആവുന്നത് എ ക്രോസ് ബി വെക്ടർ ആണല്ലോ, ഏരിയ വെക്ടർ ആണ് അല്ലല്ലോ. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് ആ പാരലോഗ്രാമിന്റെ ഏരിയ. നൗ യു ഹാവ് 2 പ്രോബ്ലംസ്. ഇത് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, എങ്ങനെ അയക്കണം നോക്കാൻ ഞാൻ ഗ്രൂപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോബ്ലം എന്താണ്, യൂസിങ് ദി ഡെഫിനിഷൻ ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഡയഗ്രാം. ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒബേ ചെയ്യുന്നത് തെളിയിക്കലാണ് ഒന്നാമത്. യു ട്രൈ യുവർ സെൽഫ്, ട്രൈ ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്നു വേറെ കാര്യം. എനിവേ, ട്രൈ യുവർ സെൽഫ് അത് നിങ്ങളുടെ അസൈൻമെന്റ് ആണ്. അത് ചെയ്തിട്ട് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അത് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് നിർബന്ധമാണ്. ഓക്കെ, അതിനൊക്കെ മാർക്ക് ഉണ്ടാവുന്നതാണ്. സോ വെരി എന്താ പറയുക, സീരിയസ്ലി അത് അപ്രോച്ച് ചെയ്യാം. റൈറ്റ്, ആരും വെക്കാതിരിക്കരുത്, ഏറ്റവും വെക്കണം. രണ്ടാമത്തെ ചോദ്യം എന്താണ് നോക്കുക, ക്രോസ് പ്രൊഡക്റ്റ് അസോസിയേറ്റീവ് അല്ല എന്ന് കാണിക്കുക. ക്രോസ് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല, ബട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഇപ്പോൾ അസോസിയേറ്റീവ് അല്ല എന്ന് കാണിക്കണം. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ക്രോസ് ബി ചെയ്തു, എന്നിട്ട് ക്രോസ് സി ചെയ്തു, അത് എന്തിന് ഈക്വൽ ആണ്? എ ക്രോസ് ബി ക്രോസ് സി ചെയ്തിട്ട് എ ക്രോസ് എടുക്കുന്നതിന് ഈക്വൽ ആണ്. എ ക്രോസ് ബി ക്രോസ് സി നോട്ട് ഈക്വൽ ടു എ ക്രോസ് ബി ക്രോസ് സി. അതിലേക്ക് വേണ്ടിയിട്ട് ഓക്കെ. വേറെ ഈ രണ്ടും ചെയ്ത് വെക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് റെഫർ ചെയ്യാം. എനിവേ, അതിന് ഇതിന്റെ ഉത്തരമില്ല, ചോദ്യമുണ്ട്, ഉത്തരമില്ല. ബട്ട് യു ട്രൈ യൂസർ ആൻഡ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. റൈറ്റ്, ഇത് സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. നിങ്ങൾ വായിച്ചിട്ട് സംശയം ചോദിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെക്ടറിന്റെ കമ്പണന്റ് ഫോമിലേക്കും മറ്റ് കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങളിലൊക്കെ പോകണം.